സാരി വെച്ചിട്ട് റെഡി ടു വെയർ സാരി, അതായത് ഫുൾ റെഡി ടു അല്ല, അതായത് ഒരു ഉഡായ്പ റെഡി ടു വെയർ നമുക്ക് തട്ടിക്കൂട്ടാം കേട്ടോ. പ്ലേറ്റ് എടുത്തൊന്നും ചാവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ കൊടുക്കാത്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പാട് പ്ലേറ്റ് എടുക്കാനാണ്. അത് സാരിയിൽ പ്രത്യേകിച്ച് സാരി ചീത്തയാവുന്ന പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു ദിവസം മെനക്കെട്ടാൽ നമുക്ക് പെട്ടെന്ന് റെഡി ടു വെയർ ആക്കി എടുക്കാം. അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു സാരി വെച്ചിട്ട് റെഡി ടു വെയർ സാരി, അതായത് ഫുൾ റെഡി ടു അല്ല, നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് യൂണിഫോം സാരിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഉടുക്കാൻ വേണ്ടി ഒരു റെഡി ടു വെയർ, അതായത് ഒരു ഉഡായ്പ റെഡി ടു വെയർ നമുക്ക് തട്ടിക്കൂട്ടാം കേട്ടോ. അതായത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ച് പെട്ടെന്ന് രാവിലെയൊക്കെ അടുക്കളപ്പണിയൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് യൂണിഫോം എടുത്ത് കുത്തുക. എവിടെയാണോ പിന്നു കുത്തേണ്ട അവിടേക്ക് ഒന്ന് ജസ്റ്റ് പിന്നു കുത്തി വെച്ചിട്ട് അപ്പോഴേ ഓടുക ജോലിക്ക്. ആ രീതിയിൽ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാം. അതായത് പ്ലേറ്റ് എടുത്തൊന്നും ചാവേണ്ട ആവശ്യമില്ല, പ്ലേറ്റ് എടുത്ത് മെനക്കെടണ്ട. പ്ലേറ്റ് എല്ലാം ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ പ്ലേറ്റ് മതി ഈ സാരി കീറുന്നവരെ. അതുപോലെ നമുക്ക് ഒരു റെഡി ടു വെയർ തട്ടിക്കൂട്ടാം കേട്ടോ. അപ്പം വേറെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ആദ്യം തന്നെ നമ്മൾ സാധാരണ എവിടെയാണോ സാരി കുത്തുന്ന, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പരമാവധി എൻ്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഒരു മൂലയ്ക്ക് ഞാൻ ചാരി നിൽക്കുവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇപ്പം നമ്മൾ ഏത് സൈഡിലാണോ കുത്തുന്നത് അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് കുത്തുക. അതായത് നമ്മൾ സാരി ഫുൾ ഉടുക്കുന്ന ഒരു രീതിയിലാക്കി സെറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് പ്ലീറ്റ് എവിടെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ എവിടെയാണോ ഇത് ഈ ഒരു അറ്റം കുത്തുന്നത് ജസ്റ്റ് ഒരു കെട്ട് ഇട്ട് വെച്ചിരിക്കുക നമുക്ക്. അതായത് അതൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അവിടെ ഒരു കുത്തിയിട്ട് ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു പിന്ന് കുത്തി വയ്ക്കുക. നമ്മൾ ഇവിടെ നിന്നല്ലേ പ്ലേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ പ്ലേറ്റ് എടുക്കണ്ട, ജസ്റ്റ് അവിടെ ഒരു പിന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ സാരി സാധാരണ എങ്ങനെയാണോ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ, അതായത് ഇവിടുത്തെ ഷോൾഡർ ഭാഗത്തെ പ്ലേറ്റും എടുക്കണം, താഴത്തെ പ്ലേറ്റും എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് റെഡി ടു വെയർ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്ന് ചുറ്റി പെട്ടെന്ന് പ്ലേറ്റ് എടുക്കട്ടെ കേട്ടോ. പ്ലേറ്റൊക്കെ എടുക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് അങ്ങനൊന്നും പ്ലേറ്റ് എടുക്കുന്നതിൻ്റെ ഒന്നും ആധികാരികമായി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് പ്ലേറ്റ് എടുക്കാം. അഥവാ പ്ലേറ്റ് എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കിതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് റെഡി ടു വെയർ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് കുഞ്ഞു പ്ലേറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ് തന്നെ കഴുകുന്ന സമയത്തും അഴിക്കുകയോ അങ്ങനെ അഴിഞ്ഞു പോകുമെന്നോ ഒരു ടെൻഷനും വേണ്ട. അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പ്ലേറ്റ് എടുക്കാൻ പറ്റും, കുഞ്ഞു പ്ലേറ്റ് എടുക്കാൻ പറ്റും, അത്രത്തോളം സാരി ഭംഗിയാവും കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടം കണക്ക് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മേൽ പോർഷനിൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിച്ചെടുക്കട്ടെ കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഒരുമാതിരിയില്ല, സംഭവം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, പക്ഷേ പ്ലേറ്റില്ല തെന്നി പോവും, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുത്ത് മേലത്തെ ഒരു പോർഷൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, എത്ര ലെങ്ത് വേണോ അത്രയും പ്ലേറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള, അതായത് നമുക്ക് ഷോൾഡർ ഭാഗത്ത് എത്രയാണോ മുന്താണി എത്ര ഇറക്കം വേണോ അതനുസരിച്ച് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പിന്നെ അവിടെ കുത്തി വെച്ചേക്കുന്നതേ ഉള്ളൂ. നമുക്ക് എത്ര ഇറക്കം വേണമെന്ന് ജസ്റ്റ് ഞാനതവിടെ പിന്നൊന്ന് ലാസ്റ്റ് ഒന്ന് പിൻ ചെയ്യട്ടെ.
എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ബാക്കി വരുന്ന ഇത്രയും ഇതിലാണ് നമുക്ക് പ്ലീറ്റ് വേണ്ട. അത് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, അവിടെ വരെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുത്ത് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്ലീറ്റ് ഇവിടെ എടുത്ത് വെക്കുക. നമ്മൾ സാരി ഉടുക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്ന ആ അതേ മെത്തേഡിൽ തന്നെ ഇവിടുത്തെ അതേ മെത്തേഡിൽ തന്നെ ഇവിടെയും പ്ലീറ്റ് എടുക്കുക. കണ്ടോ, ഇതാ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ പ്ലേറ്റ് എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് താഴോട്ട് കിട്ടത്തില്ല. അതാണ്ടേ ജസ്റ്റ് നമ്മൾ ഇറുക്കി ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലേറ്റ് എടുത്ത് വെക്കേണ്ട. നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള മാത്രം കുറച്ച് ഇങ്ങനെ ലൂസിൽ കൊടുത്തേക്കണം. അതാകുമ്പോൾ നമുക്ക് ഉടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെയൊക്കെ കുറച്ച് ഷേപ്പിൽ ചെയ്തെടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഭാഗമെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പം ഓൾറെഡി ഇപ്പം ഇവിടെ പിന്നെ കുത്തി വെച്ചിരിക്കുന്നത് നമ്മളൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഫാനൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് വിയർത്തൊഴുകുവാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം നമുക്ക് ഈ ഇത്രയും പ്ലേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാം ഒന്നിനൊന്ന് ഒരേ കണക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചെടുക്കണം. അപ്പം തന്നെ ക്ലിയർ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഈ ഒരു ലെവലിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഈ ഒരു മെത്തേഡ് ഇനി നമുക്ക് മെഷീൻ്റെ പരിപാടിയാണ്. മെഷീനിലോട്ട് പോയി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം തൽക്കാലം എടുക്കുന്ന ഒരു രീതി ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ ഇവിടെ പിന്നു കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമ്മൾ മുന്താണിയൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടി ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്നിനൊന്ന് പുറകിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് എവിടം വരെയാണോ നമ്മൾ നമുക്ക് ആ മുന്താണി കിടക്കേണ്ടത് അത്രയും ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ലോക്ക് ഇട്ടിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ താഴോട്ട് ആ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനേ വേണ്ട. നമുക്ക് എപ്പോഴും ഈ ഒരു മെത്തേഡിൽ തന്നെ എടുത്ത് എല്ലാ ദിവസവും എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പേരിന് വേണ്ടി ആ പിന്നൊന്ന് കുത്തുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് തെന്നിപ്പോകുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് പിന്നൊന്ന് വെറുതെ കുത്തി വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് ഞാൻ ഇടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് 2 സ്റ്റിച്ച് ഇട്ട് ലോക്ക് ഇട്ടിട്ടാണ് നിർത്തുന്നത്. കാരണം വെച്ചാൽ നമ്മളിത് ഇനി കഴുകുന്ന സമയത്തൊന്നും നമ്മളിത് അഴിക്കുന്നില്ല, അഴിഞ്ഞു പോത്തതുമില്ല. അതുകൊണ്ട് ആ ഒരു രീതി നല്ലോണം ബലപ്പെടുത്തിയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ആ സെൻട്രലായിട്ട് നടുഭാഗത്തായിട്ട് വരുന്ന പ്ലേറ്റ് ആണ് കേട്ടോ. ഈ പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് കേട്ടോ ഫുള്ളായിട്ട് മൂടരുത്. അത് അങ്ങോട്ടെടുത്ത് മാറ്റി ഓപ്പണായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായോ, അതായത് ഇങ്ങോട്ട് വെക്കരുത്, അങ്ങോട്ടും തുറന്ന് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ഇടാൻ. അല്ലെങ്കിൽ നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇറുകിയിരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് അടിഭാഗത്തായിട്ട് വരുന്ന പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ സാരിയൊക്കെ നമ്മൾ സിമ്പിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പേരിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടുക്കുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മുന്താണിയിൽ അറ്റത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തലകുത്തലേക്ക് കൊടുക്കും. ജസ്റ്റ് അതൊന്ന് പിൻ ചെയ്യുക, എന്നിട്ട് ഒന്ന് കറക്കി കൊണ്ടുവരിക. കറക്കി കൊണ്ടുവന്ന് ഇതാണ്ട ഓൾറെഡി നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഓൾറെഡി പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം വണ്ണം അറിഞ്ഞുകൂടെങ്കിൽ പോലും ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതേ കണക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ കറക്കി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്തില്ല. പെട്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും മെനക്കെട്ട് പ്ലേറ്റ് എടുക്കുന്ന കണക്ക് ഒരു ദിവസം മെനക്കെട്ട് പ്ലേറ്റ് എടുക്കുക, ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വേറെയുള്ള രീതിയിലൊക്കെ റെഡി ടു വെയർ ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ നീളം കുറഞ്ഞവർക്കാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നീളം കുറഞ്ഞവർക്കാണെങ്കിലും പ്രശ്നം വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ നീളം കുറഞ്ഞവർക്കാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എത്രയാണോ നമ്മൾ പ്ലേറ്റ് ഉള്ളിലോട്ട് കൊടുക്കേണ്ടത് നീളത്തിനനുസരിച്ച് പിടിച്ചിട്ട്
നമുക്ക് ഫുള്ളായിട്ട് ടക്കിങ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ റെഡി ടു വെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമ്മൾ സാരി നമ്മുടെ ഹൈറ്റിനനുസരിച്ച് സാരി കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ റെഡി ടു വെയർ ആക്കണം. അങ്ങനെയും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു റെഡി ടു വെയർ ചെയ്യാനായിട്ട്. അപ്പം ജസ്റ്റ് എൻ്റെ ഹൈറ്റിലൊന്ന് ഞാൻ ടക്കിങ് ചെയ്ത് കൊടുക്കുവാണേ. പിന്നും ചെയ്ത് ഇതെൻ്റെ അല്ല, എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് റെഡി ടു വെയർ ആക്കാൻ ഞാൻ ആദ്യം ഈ കസ്റ്റമറിന് ചെയ്ത് കൊടുത്ത് ഹുക്കൊക്കെ ഇടുന്ന രീതിയിലാണ് റെഡി ടു വെയർ ചെയ്ത് കൊടുത്തത്. അപ്പം പുള്ളിക്കാരിക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു, മനസ്സിലായോ? ഇങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതലും പിന്നെ അടുത്ത രണ്ടാമത് തന്ന സാരിയിൽ നമ്മൾ ഇങ്ങനെ ആക്കിയത് കണ്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ പിന്നുണ്ട്, ഇനിയൊക്കെ പിന്നിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പാട് പ്ലീറ്റ് എടുക്കാനാണ്. അത് പ്രത്യേകിച്ച് പെരണ്ട് പിടിച്ച് നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പ്ലീറ്റ് എടുക്കുന്ന പരിപാടി നമുക്ക് നടക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലൗസൊന്നും അല്ല, ഞാൻ ബെന്നിനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ പാവാടയൊക്കെയാണ് അടിയിലൊക്കെ എടുത്തിരിക്കുന്നത് വീട്ടിലിടുന്നത്. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത സ്റ്റിച്ചിങ് സെൻ്ററൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി ഡാമേജ് ആവത്തും ഇല്ല, അടിപൊളിയായിട്ട് റെഡി ടു വെയറിനൊക്കെ ഇരിക്കുകയും ചെയ്യും. എളുപ്പപ്പണിയാണ് കേട്ടോ. ഇതാകുമ്പോൾ സാരിയിൽ പ്രത്യേകിച്ച് സാരി ചീത്തയാവുന്ന പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് സ്റ്റിച്ചിങ് എങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. വേറെ പരിപാടികളൊന്നുമില്ല. എല്ലാ ദിവസവും പ്ലീറ്റ് എടുത്ത് മരിക്കണ്ട, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ദിവസം നിങ്ങൾ നല്ല മെനക്കെട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് വല്ലതും കൊണ്ട് കൊടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെഷീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലും നല്ല രീതിയിലൊക്കെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ അല്ലാത്തതുകൊണ്ട് വലുതായിട്ട് പിടിച്ചു കുത്തിയൊന്നും മെനക്കെടുന്നില്ല, വേറൊരാക്കടയല്ലേ. അപ്പോൾ എൻ്റെ കസ്റ്റമർ തന്ന സാരിയാണ്, അപ്പോൾ അതിനകത്ത് ഇനി ഞാൻ വേറെ പരിപാടികളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് സാധാരണ സാരി ഉടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങോട്ടൊക്കെ പിടിച്ച് നമ്മുടെ ബാക്കിയുള്ള എല്ലാം ടൈറ്റ് ചെയ്തങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പ്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ തോനെ ഫുള്ളായിട്ട് പ്ലേറ്റ് ഇറുക്കി എടുക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പിനൊക്കെ പിന്നൊക്കെ കുത്തി കൊടുക്കണമെങ്കിൽ ശകലം തുണി അധികം ഇട്ടിരിക്കണം. അപ്പം ഒരു ദിവസം മെനക്കെട്ടാൽ നമുക്ക് പെട്ടെന്ന് റെഡി ടു വെയർ ആക്കി എടുക്കാം. അപ്പം പക്ക റെഡി ടു വെയർ ഒന്നും അല്ല, എന്നാലും സ്ഥിരം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് തന്നെ ധാരാളം. ഓൾറെഡി കസ്റ്റമറിന് ആദ്യത്തെ സാരി ചെയ്തിങ്ങനെ ജസ്റ്റ് ആദ്യത്തെ സാരി ചെയ്ത് കൊടുത്തപ്പോൾ ഞാനിവിടെ ഹുക്കൊക്കെ വരുന്ന രീതിയിൽ കെട്ടൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പം കസ്റ്റമർ തന്നെ അപ്പോൾ അങ്ങനെ വേണ്ട, ഈ ഒരു രീതി തന്നെ മതി എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ രണ്ടാമത് ഇത് തന്നെ ചെയ്ത് കൊടുത്തത്. ഒന്നാമത്തെ കാര്യം ഹുക്ക് വെച്ച് ചെയ്യുന്നതിലും ഭേദം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഹുക്ക് ഇട്ടാലും നല്ല ബലത്തിൽ ഇരിക്കത്തില്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹുക്കും കെട്ടും വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ സാരി കൂടുതലായിട്ട് അങ്ങ് നശിച്ചും പോത്തില്ല. നീളം കുറഞ്ഞവർക്കും നീളം കൂടിയവർക്കും എല്ലാം ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെങ്കിൽ നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ സാരിയിൽ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് കളയോ, ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മുടെ സാരി നശിച്ചൊന്നും പോത്തേന്നില്ല. അപ്പം ഈ ഒരു മെത്തേഡിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതാകുമ്പോൾ നീളം കുറഞ്ഞവർക്കും കൂടിയവർക്കും എല്ലാം ഒരു നമ്മൾ വീട്ടിലിപ്പോൾ അമ്മമാരുടെ സാരിയൊക്കെ അല്ലേ മക്കളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ഒരു സാരി വെച്ച് തന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെട്ടിക്കളയാതെ റെഡി ടു വെയർ ഇതുപോലെ സിമ്പിളായിട്ട് റെഡി ടു വെയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം സ്ഥിരമായിട്ട് ജോലിക്ക് സാരിയൊക്കെ കൊടുത്ത് പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളും റെഡി ടു വെയർ ഒന്ന് ചെയ്ത് നോക്കുക. സാരിക്കൊന്നും കേടുപാടുകൾ വരാത്ത രീതിയിലുള്ള റെഡി ടു വെയർ സാരി ചെയ്യാൻ പ്രത്യേകം സ്റ്റിച്ച് ചെയ്യുന്നവരോട് പറയുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.